എല്ലാവർക്കും നമസ്കാരം. ഈ 2025 ഒരു സമ്പൂർണ്ണ വർഷഫലമാണ് ഇതിലൂടെ പറയുന്നത്. ഇന്ന് ഗണിച്ചിരിക്കുന്ന രാശി മീനം രാശി. ഇതിൽ വരുന്ന നക്ഷത്രക്കാർ പൂരുരുട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി. ഈ രാശിയിൽ വരുന്ന ഈ 3 നക്ഷത്രക്കാരുടെയും ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തികം, ജോലി, കുടുംബം, ഭാഗ്യം, ഈ 6 മേഖലകളും പ്രത്യേകമെടുത്ത് സൂക്ഷ്മമായി വിചിന്തനം ചെയ്ത ശേഷമാണ് ഈ വർഷഫലം ഇവിടെ തയ്യാർ ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ഫലപ്രവചനങ്ങൾക്ക് അവസാനം നിങ്ങളുടെ ജന്മനക്ഷത്രപ്രകാരം നമുക്കിവിടെ ഗണിച്ചപ്പോൾ കിട്ടിയ ആ പരിഹാര ക്രിയകൾ അതെന്തൊക്കെയാണെന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ശരി, ഏറ്റവും ആദ്യം പൊതുഫലം, അതിനുശേഷം ഓരോന്നും വിശദീകരിച്ച് പറയാം. ഇന്നത്തെ രാശി മീനം രാശി. ഈ രാശിയിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഈ 2025 വർഷം എടുത്തു പറയേണ്ട 5 അനുഭവങ്ങൾ യഥാക്രമം. അതിലൊന്നാമത്തേത് ധനാഗമനം, 2 വാഹനയോഗം, 3 വിദേശയാത്ര, 4 ദാമ്പത്യപുഷ്ടി, 5 കർമ്മപുഷ്ടി. ഈ 5 ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങൾ തീർച്ചയായിട്ടും കടന്നു പോയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി നിങ്ങളുടെ നിത്യജീവിതത്തിലെ ആ 6 രംഗങ്ങളും വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഈ 2025 വർഷം നിങ്ങളുടെ ആരോഗ്യരംഗം എങ്ങനെ ഉണ്ടാകുമെന്ന് ആദ്യം തന്നെ ഒന്ന് നോക്കാം. ഈ വർഷം നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത്, അതായത് സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതെന്തുകൊണ്ടെന്നാൽ ഭക്ഷണ കാര്യത്തിലുള്ള അശ്രദ്ധയാണ് ഈ വർഷം നിങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. അതായത് ഈ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ഭക്ഷണ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ രക്തശുദ്ധിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്കുണ്ടെങ്കിൽ, അതായത് ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങൾ നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് മാത്രമേ ഭക്ഷണങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ചില അസ്വസ്ഥതകൾ വന്നുവിടാനുള്ള യോഗം കാണുന്നുണ്ട്. എന്നാൽ കർക്കിടകം, ചിങ്ങം മാസം മുതൽ നിങ്ങളുടെ ആരോഗ്യം ഏറെക്കുറെ തൃപ്തികരമായിരിക്കും. പ്രത്യേകിച്ചും ധനു, മകരം മാസങ്ങളിൽ ഈ ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകാനായിട്ടുള്ള വളരെയധികം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ആ സമയം ഒരുങ്ങിക്കിട്ടും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ പരിശീലനങ്ങൾ നിങ്ങൾ അവിടെ തുടങ്ങി വയ്ക്കുന്നതുമാണ്. അതിനെ തുടർന്ന് മനസ്സിന്, ശരീരത്തിന് നല്ല സ്വാസ്ഥ്യം അനുഭവിക്കാൻ തീർച്ചയായിട്ടും യോഗം കാണുന്നുണ്ട്. അതിനുശേഷം ഈ വർഷ അവസാനം, അതായത് നവംബർ ലാസ്റ്റ്, ഡിസംബർ മാസത്തോടു കൂടി മനസ്സിനും ശരീരത്തിനും ഉണ്ടായിരുന്ന സകല കേടുപാടുകളും തീർത്ത് ഒരു പരിപൂർണ ആരോഗ്യരംഗം നിങ്ങൾ വളർത്തിയെടുക്കുമെന്നാണ് കാണുന്നത്. അതോടുകൂടി മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ വരെ അതിൻ്റെ എണ്ണം വളരെയധികം താഴേക്ക് കുറയ്ക്കുകയോ അല്ലെങ്കിൽ അത് പരിപൂർണമായിട്ട് വേണ്ട എന്ന് വയ്ക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിത്തീരും എന്നാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഇതിന് നിങ്ങളെ പ്രാപ്തമാക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കർക്കിടകം, ചിങ്ങം മാസങ്ങളിൽ ഇതുവരെ നിങ്ങൾ ശീലിക്കാത്ത ആ സ്വാത്വിക ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ജീവിതശൈലികളും നിങ്ങൾ പരിശോധിക്കുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടും. ആ കൂടി ചുരുക്കി പറഞ്ഞാൽ, ഈ വർഷത്തിൻ്റെ ആദ്യ കാൽഭാഗം ആരോഗ്യം അല്പം താഴോട്ട് പോയാലും പിന്നീട് അങ്ങോട്ട് അവിശ്വസനീയമായിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ഇത്രയുമാണ് 2025 മീനം രാശിക്കാരുടെ ആരോഗ്യവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ വിവാഹം, കുടുംബം, ദാമ്പത്യം. ഈ മീനം രാശിക്കാർക്ക് നിങ്ങളുടെ ഈ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സ്ഥാനം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്നേഹബന്ധങ്ങളിലോ അല്ലെങ്കിൽ വിവാഹ ബന്ധങ്ങളിലോ ചെന്നുപെടാൻ യോഗം കാണുന്നുണ്ട്. ഇത് പ്രത്യേകിച്ചും ഇതിലെ യുവതീ-യുവാക്കൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ നടന്നിരിക്കും, അതിൽ സംശയം വേണ്ട. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അപരിചിതരുമായിട്ടുള്ള ആത്മബന്ധം പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഉത്തമമായിരിക്കും. അല്ലെങ്കിൽ ഈ മനസ്സ്, വാച അറിയാത്ത കാര്യങ്ങൾക്ക് വരെ പേരുദോഷം കേൾക്കേണ്ട അവസ്ഥ സംജാതമാകും എന്നാണ് കാണുന്നത്. കാരണം രാഹുവിൻ്റെ ഒരു ക്രോസിങ് ഇവിടെ കാണുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വന്ന് പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നിങ്ങളുടെ ജാതകത്തിൽ ഓൾറെഡി രാഹു നീചനാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും സംഭവിക്കുമെന്ന് തന്നെ തീർച്ചയായും പറയാവുന്നതാണ്. അതുമാത്രവുമല്ല, നിങ്ങളുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ നിലവിലുള്ള കുടുംബാംഗങ്ങളല്ലാതെ ഒരു അതിഥി പുതുതായിട്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു ചേരാനുള്ള യോഗവും കാണുന്നുണ്ട്. ഈ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഈ വിവാഹം, മറ്റു മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനിയൊരു പക്ഷേ ഇത് വീട്ടിൽ നടന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാനുള്ള നിരവധി അവസരങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതായത് സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളുടെയൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പോയി അതിൽ പങ്കുകൊള്ളും എന്ന് തന്നെയാണ് കാണുന്നത്.
അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഈ കുടുംബസമേതം നിങ്ങൾ വിനോദയാത്ര നടത്തുകയോ അല്ലെങ്കിൽ സ്വഗൃഹത്തിൽ നിന്നും നിങ്ങൾക്കിപ്പോൾ താൽക്കാലികമായിട്ട് മാറി താമസിക്കേണ്ട അവസ്ഥയും സംജാതമായേക്കും എന്ന് തന്നെ പറയാവുന്നതാണ്. എന്നാൽ ഈ നവംബർ ഡിസംബർ മാസങ്ങളോടുകൂടി ബന്ധുക്കളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും തമ്മിൽ ഒത്തുകൂടി ഈ സ്നേഹവിരുന്നുകൾ നടത്തുന്നതും അതുവഴി ഈ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക സാഹചര്യം കൈവരും എന്ന് തന്നെയാണ് കാണുന്നത്. ഇത്രയുമാണ് 2025 നിങ്ങളുടെ മീനം രാശിക്കാരുടെ വിവാഹം, കുടുംബം, ദാമ്പത്യം എന്നിവയുമായി ബന്ധപ്പെടുത്തി ഇവിടെ നിങ്ങളുടെ ഈ വർഷഫലത്തിൽ കിട്ടിയിരിക്കുന്നത്. അതിന് അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസം. 2025 ജൂൺ ജൂലൈ മാസങ്ങളിൽ മീനം രാശിക്കാർക്ക് നിങ്ങളുടെ ഈ ജീവിതത്തിൽ ഇതുവരെയുള്ള കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ ഈ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ വിദ്യാ പുരോഗതി അത് അത്യുന്നത നിലയിലെത്താനുള്ള എല്ലാവിധ യോഗങ്ങളും കാണുന്നുണ്ട്. അതിനെ തുടർന്ന് നിങ്ങൾക്ക് ഗുരുജനങ്ങളുടെ അനുഗ്രഹം ലഭിക്കും, അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള അനുമോദനങ്ങളും നിങ്ങളെ തേടി എത്താനായിട്ട് യോഗം കാണുന്നുണ്ട്. അതുമാത്രവുമല്ല, ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ പ്രൊഫഷണൽ രംഗങ്ങളിൽ വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾക്ക് ഉന്നത നിലയിലുള്ള ആ വിദ്യാഭ്യാസത്തിലേക്ക് ചെന്ന് ചേരാനായിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ അനുഭവത്തിലേക്ക് വരുമെന്നാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഇതിൽ ഈ അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ഈ ഫുഡ് പ്രോസസ്സിങ് തുടങ്ങിയ ആ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചവർക്കെല്ലാം അവരുടെ ജീവിതത്തിൽ പുതിയൊരു ജാലകം ഈ ഇതിലൂടെ തുറന്നു കിട്ടാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അപ്പോൾ ആ കൂടി ചുരുക്കി പറഞ്ഞാൽ ഈ 2025 വർഷം നിങ്ങൾ മീനം രാശിക്കാരുടെ ആ വിദ്യാഭ്യാസ കാര്യത്തിൽ കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ 1-2 വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വൻ പുരോഗതി തീർച്ചയായിട്ടും ദൃശ്യമാകുമെന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ ഈ സാമ്പത്തിക രംഗം. ഈ മീനം രാശിക്കാർക്ക് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ദൃഷ്ടി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുടങ്ങിക്കിടപ്പുള്ള സംരംഭങ്ങളെല്ലാം പുനരാരംഭിക്കാൻ ഒരു അപൂർവ അവസരം വന്നു കിട്ടാൻ യോഗം കാണുന്നുണ്ട്. അതായത് നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച എന്തെങ്കിലുമൊക്കെ ഈ പ്രോജക്റ്റ് വർക്കുകൾ അത് പുനരാരംഭിക്കുന്നതാകാം, അല്ലെങ്കിൽ അതിലധികം ആളുകളെ ചേർത്തുകൊണ്ടുള്ള പദ്ധതികൾ, അതായത് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ പേരിൽ നേരത്തെ നിർത്തിവെക്കേണ്ടി വന്ന പദ്ധതികൾ ഇപ്പോൾ നിങ്ങൾ വീണ്ടും പുനരാരംഭിക്കുന്നതും ആകാവുന്നതാണ്. എന്തായാലും ഈ സംയോജിത പ്രവർത്തനങ്ങളിലൂടെ വളരെ വലിയ തോതിലുള്ള ധനം സമാഹരിക്കാൻ ഈ പറഞ്ഞ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അവസരം സംജാതമാകും എന്ന് തന്നെയാണ് കാണുന്നത്. മാത്രവുമല്ല, ഈ 2025 വർഷം പോകുന്നതിന് മുൻപ് നിലവിൽ ഒരു വീട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കെ മറ്റൊരു വീട് നിങ്ങൾ പുതുതായി വയ്ക്കുകയോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള വസ്തുവകകൾ നിങ്ങൾ സ്വന്തമായി മേടിച്ചിടുകയോ ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക രംഗം ഈ 2025 വർഷത്തിൻ്റെ തുടക്കത്തിൽ അല്പം ഒന്ന് മന്ദീഭവിക്കുമെങ്കിലും അതിനുശേഷം അത് സ്റ്റെപ്പായി മുകളിലേക്ക് ഉയർന്നു വരും എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമായിട്ട് കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മീനം രാശിക്കാരുടെ സാമ്പത്തികവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ ജോലി. ഈ മീനം രാശിക്കാർക്ക് നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ രാശിഫലത്തിൽ നോക്കുമ്പോൾ കാണുന്നത് ഈ ചൊവ്വയുടെ ദൃഷ്ടി നിങ്ങൾക്ക് അത്ര അനുകൂലമല്ലെങ്കിലും ഈ ശനിയും വ്യാഴവും നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ 2025 വർഷം ഒന്നിലധികം തൊഴിൽ സംരംഭങ്ങളിൽ നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ടായി തീരും എന്ന് തന്നെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ നിലവിൽ ഒരു പ്രധാന തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കെ അതിന് സമാന്തരമായി മറ്റൊരു സൈഡ് ബിസിനസ് കൂടി ആരംഭിക്കാൻ നിങ്ങൾക്ക് അവസരങ്ങൾ സംജാതമാകുമെന്നാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം നിങ്ങളുടെ കർമ്മരംഗത്ത് നിന്ന് ലഭിക്കുന്ന വരുമാനം അത് നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇരട്ടിയിലധികമായിരിക്കാൻ യോഗം കാണുന്നുണ്ട്. അതുമാത്രവുമല്ല, ഇതിൽ ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ കഴിഞ്ഞ് പ്രവേശനം പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള തസ്തികയിൽ തന്നെ ജോലിക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉറപ്പായിട്ടും സംജാതമാകുമെന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഈ സുഹൃത്തുക്കളുമായി ചേർന്ന് പുതിയ ചില കർമ്മ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യാനും അതിൽ മുതൽ മുടക്കാനും അവസരങ്ങൾ വന്നു ചേരുമെന്നാണ് കാണുന്നത്. അതുമാത്രവുമല്ല, ഈ സ്വദേശത്തോ അല്ലെങ്കിൽ വിദേശത്തോ വളരെയധികം ആളുകളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഈ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സംരംഭങ്ങളുടെ ഭാഗമായിരിക്കാനോ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും വർഷാവസാനം നിങ്ങളുടെ കർമ്മരംഗം മുൻപെങ്ങും നിങ്ങൾക്ക് ദൃശ്യമാകാത്ത വിധം, അതായത് വളരെയധികം വളർച്ച രേഖപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ സംജാതമാകും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മീനം രാശിക്കാർക്ക്
ഈ 2025 വർഷം നിങ്ങളുടെ കർമ്മരംഗം വർഷത്തിൻ്റെ പകുതിക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിക്കുന്നത്. ഇത് വ്യക്തമായിട്ട് തന്നെ ഗണിതത്തിൽ കാണുന്നുണ്ട്. ഇത്രയുമാണ് നിങ്ങൾ മീനം രാശിക്കാരുടെ ജോലിയുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ ഭാഗ്യം. നിങ്ങൾക്ക് ഈ ശുക്രൻ്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോഴും ഈ രാഹു കേതുക്കൾ ദൃഷ്ടി ചെയ്യുന്ന രാശിയെ മുൻനിർത്തി നോക്കുമ്പോഴും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല സൗഭാഗ്യങ്ങളും ഈ 2025 വർഷം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായി തീരുമെന്നാണ് കാണുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഈ ചെറുപ്പക്കാർക്ക് അവരുടെ ദീർഘനാളായിട്ട് അവർ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹം, അതായത് പുതിയൊരു ജോലിയിൽ പ്രവേശിക്കണം, അല്ലെങ്കിൽ വിവാഹബന്ധം, അല്ലെങ്കിൽ വിദേശവാസം, അങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നടന്നു കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ ഒരു വർഷമാണ് ഇപ്പോൾ ഇവിടെ സംജാതമായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ വിദേശ പര്യടനം നടത്താനായിട്ട് അപൂർവ അവസരങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരും എന്ന് തന്നെയാണ് കാണുന്നത്. അതുമാത്രവുമല്ല, ഈ 2025 വർഷത്തിൻ്റെ പകുതി മുതൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിലാണെങ്കിലും സാമൂഹ്യ മേഖലയിലാണെങ്കിലും ശരി, പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരാനും യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സൗഹൃദങ്ങളും അതുവഴി ദീർഘകാലമായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന പദ്ധതികളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടി അതിൽ നിന്നും കൂടുതൽ വരുമാനം ഉണ്ടാക്കാനും നിങ്ങൾക്ക് അവസരം വന്നു ചേരുമെന്നാണ് കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ 2025 വർഷം നിങ്ങൾ മീനം രാശിക്കാരെ സംബന്ധിച്ച് വളരെ വലിയ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള എല്ലാ യോഗ്യതകളും കാണുന്നുണ്ട്. ഇത്രയുമാണ് മീനം രാശിക്കാർക്ക് വേണ്ടിയുള്ള വർഷഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് നിങ്ങൾക്കുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഗ്രഹനില വളരെ വിശദമായി പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്, ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഈ ശാസ്താക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് അത് നിങ്ങൾക്ക് അത്യുത്തമമായിരിക്കും. പ്രത്യേകിച്ചും ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ ശാസ്താക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവിടെ എള്ളുതിരി വഴിപാടായിട്ട് കത്തിക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും അവിടെ ഈ നവഗ്രഹ പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ നവഗ്രഹ ഹോമോ ചെയ്യിക്കുന്നതും ഉത്തമമായിരിക്കും. പ്രത്യേകിച്ചും ഈ രാഹുപൂജ, ശനിപൂജ എന്നിവ ഈ സമയത്ത് ഈ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ചെയ്യിക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നിങ്ങൾക്ക് വളരെ വലിയ ഭാഗ്യാനുഭവങ്ങൾ നൽകുന്നതാണെന്ന് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. തുടർന്ന് വർഷാവസാനം ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് നിങ്ങളുടെ അപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ വളരെ വലിയ പുണ്യം നിങ്ങൾക്ക് നേടിത്തരുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പരിഹാര മാർഗ്ഗങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ 2025 മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലപ്രവചനം നടത്തി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും വന്ന് പരിശോധിച്ച് നോക്കി നിങ്ങളുടെ ജീവിതയാത്ര ക്രമപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.